ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പാറു പ്രഭാവതിയോട് പറയുകയാണ്, ഇനിയും രജിസ്ട്രേഷന് 2 ദിവസം കൂടി ഉണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നേ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. നിങ്ങളുടെ ഈ മുഖംമൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ ഇവിടെ ഇത്രയും നാളെ നടത്തിയത് നാടകമാണെന്നേ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. എല്ലാവരെയും ഞാനത് അറിയിക്കുകയും ചെയ്യും. അതിനുവേണ്ട എല്ലാ തെളിവുകളും സാക്ഷികളും എൻ്റെ കയ്യിലുണ്ടെന്ന് പാറു പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. സത്യങ്ങളെല്ലാം വിശാൽ സാറ് അറിയുന്ന ദിവസം നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കുമെന്നും പാറു പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പ്രഭാവതി ഭയത്തോടെ പാറുവിനെ നോക്കുന്നു. തുടർന്ന് പാറു അവിടുന്ന് പോയതിനു ശേഷം പ്രഭാവതി പറയുകയാണ്, ഇവൾക്ക് കാര്യമായ എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇവളുടെ ഫോൺ ഒന്ന് പരിശോധിക്കണം. ചിലപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ലീഡ് കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിപിനെയും പാറുവിനെയുമാണ്. വിപിനോട് എന്ത് പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ പല്ലവി ഒരിക്കലും ശരിയാകില്ലെന്നും പാർവതി പറഞ്ഞതുകൊണ്ടാ ഞാൻ ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയും ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. ഞാൻ എന്ത് നല്ലത് പറഞ്ഞാലും അതിൻ്റെയൊക്കെ വിപരീതമായിട്ടാണ് അവള് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് പാറു പറയുകയാണ്, വിപിൻ അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. സ്നേഹത്തോടെ പറഞ്ഞാലേ അവളെല്ലാം അനുസരിക്കുകയുള്ളൂ. ഞാൻ വിപിന് വഴി പറഞ്ഞു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു തൻ്റെ ഐഡിയ വിപിന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് പാറുവിൻ്റെ ഐഡിയ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന വിപിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയാണ്. പാർവതി പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ കാറിൽ പോവുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാറു ഒന്നുകൂടി സുധാകരനെ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ എൻ്റെ ഭർത്താവിനോട് പറയണമെന്ന് പാറു പറയുമ്പോൾ സുധാകരൻ അതിന് സമ്മതം മൂളുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി സുധാകരൻ്റെ കടയിൽ ചെല്ലുകയും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങുകയും ചെയ്യുന്നതാണ്. എന്നാൽ പ്രഭാവതി തൻ്റെ ഫോണിൽ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ സുധാകരനെ പ്രഭാവതി ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് 500ൻ്റെ നോട്ട് കൊടുക്കുമ്പോൾ 20 രൂപയാണെന്ന് സുധാകരൻ പറയുന്നു. ബാലൻസ് നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാറു ടെൻഷനോടെ വിശാലിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. സാറിൻ്റെ ഫോൺ കണ്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ തൻ്റെ ഡ്രോയിൽ നിന്നും വിശാല് ഫോൺ എടുത്ത് കൊടുക്കുന്നു. താനിത് കിച്ചണിൽ വെച്ച് മറന്നല്ലേ, പ്രഭാവതി അമ്മയാ എനിക്കിത് കൊണ്ടു തന്നത്. ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ വിശാലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനെ കാണാൻ ചെന്നിരിക്കുന്നതാണ്. ചേച്ചി വന്നപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഒരു വശം തളർന്നതുപോലെയാണ്. പിന്നെ പാർവതി 3 ദിവസത്തിനുള്ളിൽ എന്നെ അവിടുന്ന് ഇറക്കി വിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് എനിക്കെതിരെ എന്തൊക്കെയോ തെളിവുകളും സാക്ഷികളും ഉണ്ടെന്നൊക്കെയാ അവൾ പറയുന്നത്. എന്താണെങ്കിലും ഒന്നും കാണാതെ അവൾ എന്നെ അങ്ങനെ വെല്ലുവിളിക്കില്ല. അവൾ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെയാ പ്രതാപ. അവളുടെ കയ്യിലുള്ളത് എന്ത് സാക്ഷിയാണെങ്കിലും നാളെ രാവിലെ അത് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കും. അത് നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കും ചേച്ചിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പാർവതി 2 ദിവസമായി ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ടെന്നും അവരുടെയൊക്കെ നമ്പര് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. നീ നാളെ രാവിലെ തന്നെ എല്ലാവരെയും വിളിക്കണം. പറ്റുന്നവരെ പോയി കാണുകയും ചെയ്യണമെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപൻ അതിന് സമ്മതിക്കുകയാണ്. എങ്ങനെയെങ്കിലും പാർവതിയും വിശാലും 2 ദിവസത്തേക്ക് പുറത്തു പോകുന്നത് തടയണമെന്നും പ്രഭാവതി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിപിനെയും പല്ലവിയുമാണ് കാണിക്കുന്നത്. പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം വിപിൻ ഓർക്കുകയാണ്. തുടർന്ന് വിപിൻ പല്ലവിയെ നോക്കിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഞങ്ങൾ 3 മക്കളിൽ ആദ്യത്തെ കുഞ്ഞ് ആർക്കാണ് ഉണ്ടാകുന്നത് അവർക്ക് അച്ഛൻ 2 കോടി രൂപ നൽകുമെന്നും അത് വെച്ച് ലോകം മുഴുവൻ ചുറ്റണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നുമൊക്കെ വിപിൻ പറയുന്നു. ഇതൊക്കെ പല്ലവി കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത പോലെ നടിച്ചു കിടക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന വിശാലിൻ്റെ അടുത്തേക്ക് ചെന്ന് പാറു പറയുകയാണ്, വിശാൽ സാറിന്ന് എൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ വരണം. എവിടേക്കാണെന്ന് വിശാൽ ചോദിക്കുമ്പോൾ എനിക്ക് വിശാൽ സാറിനെ ഒരാളെ പരിചയപ്പെടുത്തി തരണമെന്നും അതുകൊണ്ട് എന്താണെങ്കിലും എൻ്റെ ഒപ്പം വന്നേ പറ്റുമെന്നും പാറു പറയുന്നു. ഇത് കേൾക്കുന്ന വിശാൽ സംശയത്തോടെ പാറുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.